ഒരു ശിഷ്യൻ തന്നെ അറിവുള്ളവനാക്കിയ ഗുരുവിന് പകരമായി എന്തു വേണമെന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ഒരു ഉപയോഗവുമില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു മതി എന്ന്. ശിഷ്യൻ തൻ്റെ അന്വേഷണം ആരംഭിച്ചു. അവൻ ഒരു പിടി മണ്ണ് വാരിയപ്പോൾ മണ്ണ് ചോദിച്ചു, ലോകത്തിലെ എല്ലാ വസ്തുക്കളും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നിനക്കറിയില്ലേ? കല്ലെടുത്തപ്പോൾ കല്ല് ചോദിച്ചു, കെട്ടിടങ്ങൾ നിർമ്മിക്കണമെങ്കിൽ ഞാൻ വേണമെന്നറിയില്ലേ? തുടർന്നുള്ള ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം ഏറെ നിരാശനായ ശിഷ്യൻ തിരികെ ഗുരുവിൻ്റെ അടുക്കിലേക്ക് എത്തി. ഉപയോഗമില്ലാത്ത ഒരു വസ്തു പോലും തനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഉപയോഗശൂന്യമായ ഒരേ ഒരു വസ്തു ഉള്ളിലെ അഹംഭാവമാണ്. ശിഷ്യൻ തൻ്റെ അഹംഭാവത്തെ മുഴുവനായി ഗുരുവിന് മുമ്പാകെ സമർപ്പിച്ചു. നമ്മുടെ ജീവിതം പലപ്പോഴും ഉപയോഗശൂന്യമാകുന്നത് ഇപ്രകാരമാണ്. അനാവശ്യമായതിനെല്ലാം മുറുകെ പിടിക്കുകയും അത്യാവശ്യമായതിനെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നതാണ് ജീവിതം ഉപയോഗശൂന്യമാകാനുള്ള കാരണം. ഏതൊരു ഉൽപ്പാദന പ്രക്രിയയിലും മാലിന്യമുണ്ട്. അത് മറ്റൊരിടത്ത് ഉപയോഗയോഗ്യമാണെങ്കിലും നിലവിലെ പ്രക്രിയയിൽ അത് മാലിന്യം തന്നെയാണ്. അതിനെ തള്ളിക്കളഞ്ഞേ മതിയാകും. അരുതാത്തതും ആഗ്രഹിക്കാത്തതും എല്ലാവരുടെയും ജീവിതങ്ങളിലും പ്രവർത്തികളിലും ഉണ്ടാകാം. എന്നാൽ അവയെ സ്വയം കണ്ടെത്തി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നിടത്താണ് വിശുദ്ധമായ വഴികൾ രൂപപ്പെടുന്നത്. പുറമേ നല്ലത് മാത്രം പ്രദർശിപ്പിക്കുകയും എന്നാൽ അകത്ത് ആരും അറിയാതെ സൂക്ഷിക്കുന്ന കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും ഉണ്ടാകാം. അവയെ സ്വയം കണ്ടെത്തുവാൻ ശ്രമിച്ചാൽ ആർക്കും ആത്മനവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. ഇത്തരം സ്വയാന്വേഷണത്തിൽ 2 തലങ്ങളുണ്ടാകണം. ആവശ്യമായതും അനാവശ്യമായതും എന്തെല്ലാം, ആരോഗ്യകരമായതും അനാരോഗ്യകരമായതും എന്തെല്ലാം, നമ്മെ തളർത്തുന്നതും വളർത്തുന്നതുമായ കാര്യങ്ങൾ എന്തെല്ലാം. ഇവയെല്ലാം കണ്ടെത്തി ഉപയോഗമുള്ളവയെ ഉപയോഗിച്ചും ഉപയോഗമില്ലാത്തവയെ മാറ്റി നിർത്തിയും നാം സ്വയം പരുവപ്പെടണം. ഓരോ ക്രിസ്തുമസ് കാലഘട്ടവും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. എല്ലാ മഹിമയിലും താഴ്മയോടെ ജീവിക്കാനുള്ള സ്വർഗീയമായ ഓർമ്മപ്പെടുത്തൽ. ആർഭാടങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാം.